ലോക ചരിത്രത്തെ അഥവാ ഇസ്ലാമിക ചരിത്രത്തെ നേരെ കീഴ്മേൽ മറിച്ച, ഒരുപക്ഷെ 10-ാം നൂറ്റാണ്ടിലെ കുരിശ് യുദ്ധം സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ സാമ്രാജ്യത്വ ശക്തികളെന്നെണ്ണുന്ന അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികളെന്നെണ്ണുന്ന അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ സ്ഥാനത്ത് ഇസ്ലാമിക ബഗ്ദാദും ഇസ്ലാമിക ഈജിപ്തും നിൽക്കേണ്ടടുത്ത് അതിനെ മാറ്റിമറിച്ചൊരു സംഭവത്തെക്കുറിച്ചും അതിൽ ലോകത്ത് വിപ്ലവം ഉണ്ടാക്കിയ സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇതിൽ ഞാൻ ഈ ചരിത്രത്തിൻ്റെ ചില പാഠങ്ങൾ, വർത്തമാനകാലത്ത് നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 10-ാം നൂറ്റാണ്ടിലെ കുരിശ് യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഇസ്ലാമിക ലോകത്തെ വിപ്ലവകരമായ, വൈജ്ഞാനിക രംഗത്തെ വിപ്ലവകരമായ ഒരു മുന്നേറ്റമുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഫാത്തിമി ഷിയാക്കളും, ബഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് അബ്ബാസി ഖലീഫമാരും, സ്പെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അമവി സാമ്രാജ്യവും, ഈ 3 സാമ്രാജ്യമായിട്ട് മുസ്ലിങ്ങൾ ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ഒരു ഘട്ടം. അതേ സമയത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുസ്ലിം ലോകം നല്ല വൻ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ യൂറോപ്പിൻ്റെ ഒരു ചിത്രവും കൂടി നമ്മൾ ആ സമയത്ത് വായിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഇത്രമേൽ വിജ്ഞാനത്തോട് പുറംതിരിഞ്ഞും ശാസ്ത്ര ലോകത്തോട് ശത്രുത പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സമൂഹം 10-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ യൂറോപ്പ് പോലെ ഒരു സമൂഹം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ, യൂറോപ്പിലെ വൻ അരക്ഷിതാവസ്ഥ സാമ്പത്തിക രംഗത്തുണ്ടായി. ചരിത്രം അവിടെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് ഇറാനിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന പോരാട്ടങ്ങളെ യോജിപ്പിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ അവിടുത്തെ ഭരണാധികാരികൾ വലിയ സംഘർഷം നേരിടുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അർബൻ 2-ാമൻ പോപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ പണ്ഡിത സഭകൾ പോലും വലിയ ഭീഷണി അനുചരന്മാരിൽ നിന്ന് നേരിട്ടിരുന്നൊരു നൂറ്റാണ്ടാണ് 10-ാം നൂറ്റാണ്ട്. ആ കാലത്ത് അവിടെയാണ് ലോകത്ത് ആദ്യമായി ഉണ്ടായ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ചില ദുഷ്പ്രചരണങ്ങളെ വളരെ നിസ്സാരമായി, വളരെ നിരുപദ്രവകരമായിട്ട് നമ്മൾ കാണുന്നതിനെ കുരിശ് യുദ്ധവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ യൂറോപ്പിലെ ക്രൈസ്തവ പ്രദേശങ്ങളിൽ മുഴുവൻ വ്യാപകമായൊരു പ്രചരണം അഴിച്ചുവിടാൻ അന്നത്തെ ഭരണകൂടത്തിന് സാധിച്ചു. അത് ജെറൂസലമിലേക്ക് ആരാധനക്കെത്തുന്ന ക്രൈസ്തവ സ്ത്രീകളെ അവിടെയുള്ള മുസ്ലിങ്ങൾ വ്യാപകമായി ആക്രമിക്കുന്നു, ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ള പ്രചരണം വ്യാപകമായി അയച്ചുവിടുകയും അവിടെ നിന്നാണ് അർബൻ 2-ാമനോട് യുദ്ധത്തിനുള്ള അനുമതി ചോദിക്കുകയും അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ യൂറോപ്പിലെ ഭരണാധികാരികൾക്കും യൂറോപ്പിലെ ക്രൈസ്തവ കുരിശ് സേനക്കും കൊടുക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്തറിയോ? ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാ പാപങ്ങളും ദൈവം പുറത്തിരിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ തുണി കുരിശിൻ്റെ അടയാളം വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വന്ന ഈ സൈന്യത്തെ നേരിടാൻ മുസ്ലിം ലോകത്തിന് സാധിക്കാതെ പോയതിൻ്റെ ഒരു വശവും കൂടി ശ്രദ്ധിക്കുക. ഇതേ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൈജ്ഞാനിക രംഗത്ത് വമ്പിച്ച പുരോഗതി, സാമ്പത്തിക രംഗത്തെ ഈജിപ്താണെങ്കിലും അതുപോലെ തന്നെ ബഗ്ദാദ് ആണെങ്കിലും എല്ലാം സാമ്പത്തിക രംഗത്തെ വൻ കുതിച്ചു ചാട്ടം നടത്തുന്ന വമ്പിച്ച പുരോഗതിയുള്ളൊരു ഇസ്ലാമിക ലോകത്ത് നേരത്തെ ഇവിടെ പലരെയും മഹത്വം, പിന്നെ അവിടുത്തെ ഖലീഫമാരുടെ മഹത്വമൊക്കെ പറഞ്ഞല്ലോ. ഇതേ സമയത്ത് നേരത്തെ എണ്ണിപ്പറഞ്ഞ കുറേ ഉപവിഭാഗങ്ങളുടെ അവസ്ഥ എന്താ പറയുക? കൊട്ടാരത്തിൽ നർത്തകിമാരും പിന്നെ അതുപോലെ തന്നെ മദ്യസൽക്കാരവും നടക്കുന്ന മുസ്ലിം ചക്രവർത്തിമാർ, മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടായ എല്ലാവിധ ധൂർത്തും പൊങ്ങച്ചും, അങ്ങനത്തെ ഒരു കാലത്താണ് കുരിശ് സൈന്യം ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരുന്നത്. കാര്യമായ എതിർപ്പില്ലാതെയാണ് സത്യത്തിൽ 1-ാം കുരിശ് യുദ്ധത്തിൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ,
പലസ്തീൻ്റെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് 4000-ലേറെ മനുഷ്യന്മാരെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കുരിശ് യുദ്ധത്തിൽ. എതിർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടുണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ബഹുമാന്യനായ CP പറയുന്നൊരു കാര്യമുണ്ട്. ദീനും തൗഹീദും ഉറച്ച ഒരു സമൂഹത്തിനല്ലാതെ ഭീഷണിയെ നേരിടാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ ലോക ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സമ്പത്തുണ്ടായിട്ട് അതുപോലെ വൻ ശക്തി ഉണ്ടായിട്ട് കുരിശ് സൈന്യത്തെ നേരിടാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചിട്ടില്ല എന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പാഠം ഇതായിരുന്നു. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പാഠം, നേരത്തെ സലാഹുദ്ദീൻ അയ്യൂബി പിന്നെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഒരു സംഭവം പറഞ്ഞല്ലോ. അവിടെയാണ് മർക്കസുദ്ദാവ KNM മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനത്തിൻ്റെ കാലികമായൊരു പ്രസക്തി. കരിപ്പൂരിലെ സമ്മേളനത്തിൽ എല്ലാവരെയും വിളിച്ചു. നമ്മൾ ജിന്നിനെ വിളിക്കുന്ന പോലെയും സിഹിറിനെ വിളിക്കുന്നവരെയും അല്ലാത്തവരെയൊക്കെ വിളിച്ചു നമ്മൾ ഒരു ഉമ്മത്തി സമ്മേളനത്തിനല്ലേ. ഇതിന് ഇസ്ലാമികമായ മാതൃകകളെ ചരിത്രപരമായൊരു മാതൃകയുണ്ട്. ഒന്നാമത്തെ കുരിശ് യുദ്ധത്തിൽ പിന്നെ ആദ്യമായിട്ട് ഇവർക്കൊരു തിരിച്ചടി കൊടുക്കുന്നത് നൂറുദ്ദീൻ സങ്കി എന്ന് പറയുന്ന ചരിത്രത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരാണ് നൂറുദ്ദീൻ സങ്കി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെ സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ, പ്രഭാതത്തിൽ സുബിഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന സാത്വികനായ ഒരു ഭരണാധികാരി, ഒരു പണ്ഡിതൻ, ഒരു ആബിദായ മനുഷ്യൻ. അദ്ദേഹമാണ് ആദ്യമായിട്ട് കുരിശ് സൈന്യത്തിന് പ്രതിരോധം തീർക്കുന്നത്. ഈ പ്രതിരോധം തീർത്തു കുരിശ് സൈന്യത്തിന് പിന്മാറേണ്ടി വന്നു. ആദ്യത്തെ ഒന്നാമത്തെ കുരിശ് യുദ്ധത്തിൽ തന്നെ, നേരത്തെ പറഞ്ഞ ഈ നരനായാട്ടിൻ്റെ ശേഷം. ഇദ്ദേഹത്തെ, ഈ നൂറുദ്ദീൻ സക്കിയെ കൊല്ലുന്നത് ഹഷാഷിൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഫാത്തിമി ഷിയാക്കളുടെ കൂട്ടത്തിൽ. ചതിയിലൂടെ നൂറുദ്ദീൻ സങ്കിയെ കൊന്നുകളഞ്ഞത് ഈ ഷിയാക്കളായിരുന്നു. അതിൻ്റെ ശേഷം ഒന്നാം കുരിശ് യുദ്ധം കഴിഞ്ഞു. രണ്ടാമത്തെ കുരിശ് യുദ്ധം ആരംഭിക്കുന്ന, ഇങ്ങനെ നൂറുദ്ദീൻ സങ്കിയുടെ നേതൃത്വത്തിൽ കുരിശ് സൈന്യത്തെ തടഞ്ഞു എന്നും അവർക്ക് ഒരു തിരിച്ചടി നേരിട്ടു എന്ന വിഷയം യൂറോപ്പിൽ അറിയുകയും അവർ രണ്ടാമത്തെ കുരിശ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത്. രണ്ടാം കുരിശ് യുദ്ധത്തിൽ കുരിശ് സേനയുടെ ലക്ഷ്യം ഈജിപ്ത് കീഴടക്കുക എന്നതായിരുന്നു. ചരിത്രത്തിൽ ഓർമ്മിക്കുക, ഈജിപ്തിലെ ഫാത്തിമിയാക്കളാണ് നൂറുദ്ദീൻ സങ്കിയെ കൊന്നുകളഞ്ഞത്. ആ നൂറുദ്ദീൻ സങ്കിയുടെ മകനാണ് പിന്നീട് അസദുദ്ദീൻ സങ്കി എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഭരിക്കുന്നത്. വലിയ സൈന്യം ഈജിപ്ത്, നൈൽ നദിയുടെ തീരങ്ങൾ ഉൾക്കൊള്ളുന്ന ഫലഭൂയിഷ്ടമായ ഈജിപ്ത് കീഴടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുരിശ് സൈന്യം വരുമ്പോൾ ഫാത്തിമിയാക്കൾ ദുർബലരാണ്. ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ദുർബലന്മാരായ ഫാത്തിമികൾ അന്ന് ചെയ്തെന്തറിയോ? സങ്കി ഭരണകൂടത്തോട് സഹായം തേടി കുരിശ് സൈന്യത്തെ തടയാൻ. നോക്കൂ, നിങ്ങൾ ചരിത്രം അവിടെ വെച്ച് ആലോചിച്ച് നോക്കുക. സ്വന്തം വാപ്പാനെ കൊന്ന മനുഷ്യന്മാർ, നൂറുദ്ദീൻ സങ്കിയെ കൊന്ന മനുഷ്യന്മാരാണ് ഒരു പൊതു ശത്രു വരുമ്പോൾ സഹായം തേടുന്നത്. നമ്മളെ കൂട്ടത്തിൽ നിന്നാണ് എന്താ ചെയ്യുക? ഇറാനിൽ ഷിയാക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഹുതുബ നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ. എന്നാൽ അസദുദ്ദീൻ സങ്കി ചെയ്ത പണി എന്താ അറിയോ? ഷിർക്കുഹിനെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ നജ്മുദ്ദീൻ്റെ മകനായ സലാഹുദ്ദീൻ അയ്യൂബിയെയും ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. ഒരു വൻ സൈന്യത്തെ പറഞ്ഞയച്ചു. പൊതു ശത്രുവിനത്, നമ്മൾ തമ്മിൽ ശത്രുത ഉണ്ട്, മുസ്ലിങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ട്, വാപ്പാനെ കൊന്ന ആളാണ്. എന്നാൽ പോലും പൊതു ശത്രുവിനെതിരായിട്ട് മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന സന്ദേശമാണ് കരിപ്പൂരിലെ സമ്മേളനത്തിൽ മർക്കസുദ്ദാവ KNM കൊടുത്തതെങ്കിൽ അതേ സന്ദേശമാണ് അസദുദ്ദീൻ സങ്കി കുരിശ് സൈന്യത്തിന് നേരെ കൊടുത്തത്. ആ യുദ്ധത്തിൽ വിജയിച്ചപ്പോഴാണ് ഷിർക്കുഹിനെ ഈജിപ്ത് ഖലീഫക്ക് തൊട്ടു
തൊട്ടു താഴെയുള്ള മന്ത്രിയാക്കിയിട്ട് മാറ്റുന്നത്. ഖലീഫ മരിച്ചപ്പോൾ ഷിർകൂഹ് ഖലീഫയായി. അതിൻ്റെ ശേഷം ഷിർകൂഹിൻ്റെ ഭരണശേഷം 200 കൊല്ലക്കാലം നീണ്ടു നിന്ന ഷിയ ഭരണകൂടത്തെ അവസാനിപ്പിച്ചത് സലാഹുദ്ദീൻ അയ്യൂബിയാണ്. ഇനി 2 സംഗതികൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലോക ചരിത്രത്തിൽ 15 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഉള്ളിൽ നിന്ന് സഹായം കിട്ടാതെ, പറഞ്ഞു വന്നത് 15 നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ ഉള്ളിൽ നിന്ന് സഹായം കിട്ടാതെ ഒരിക്കൽ പോലും മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് സാധിച്ചിട്ടില്ല. നേരത്തെ അൻവർ സാദത്ത് തുടങ്ങി വെച്ചെടുത്ത് പോട്ടെ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യാധിപൻ പ്രഖ്യാപിക്കുന്നുണ്ട്, ഇന്നാണ് കുരിശ് യുദ്ധം അവസാനിച്ചത്. എങ്ങനെയാണ് പറയണമെന്നറിയോ? ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുന്നിൽ വെച്ചിട്ട് കൊന്നു അരിഞ്ഞു വീഴ്ത്തി. ആരാന്നറിയോ? മുസ്ലിങ്ങളെ കൊന്നു. 1ാം ലോക മഹായുദ്ധത്തിൽ ആദ്യത്തെ സമയത്ത് 2 സമയത്ത് ഉസ്മാനിയ ഖലീഫ അന്ന് അറിയപ്പെടുന്നത് സിക്ക് ഓഫ് യൂറോപ്പ് എന്നാണ്. യൂറോപ്പിൻ്റെ രോഗി എന്നറിയപ്പെടുന്ന അത്രയേറെ സാമ്പത്തികമായിട്ടൊക്കെ ദുർബലമായ ഒരു വിഭാഗം. അങ്ങനത്തെ ഉസ്മാനിയ ഖലീഫമാർ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഗലപ്പോയിൽ വെച്ചും ബഗ്ദാദിൽ വെച്ചും 2 പ്രാവശ്യം പരാജയപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് ബ്രിട്ടീഷുകാർ രണ്ടാമത് ചെയ്ത പണി എന്തറിയോ? ഷെരീഫ് ഹുസൈൻ. ഇവിടെ ഒന്നുകൂടി ഇതാകട്ടെ. ഇന്ന് പല ആളുകളും ചരിത്രം പറയുമ്പോൾ വഹാബി പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ, മറ്റേ മൊറോക്കോയിലെ വഹാബ് ബിൻ റുസ്തമിൻ്റെ അല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെ പറയാറുണ്ട് ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടിയ ആളുകൾ. ഇവിടെ ചരിത്രം കൃത്യമായൊന്ന് വായിച്ചു നോക്കുക. മക്കയിലെ ഭരണാധികാരിയുണ്ട്, ഷെരീഫ് ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ മുറബിയായ ഒരു സൂഫിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഈ നബി കുടുംബത്തിൽ എന്ന് പറയുന്ന നമ്മൾ ഈ തങ്ങൾ പറയണ്ടല്ലോ, ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. ബ്രിട്ടീഷുകാർ ഗലപ്പോയിലും അതുപോലെ തന്നെ ബഗ്ദാദിലും പരാജയപ്പെട്ടപ്പോൾ ചെയ്ത പണി എന്തറിയോ? ഈ ഷെരീഫ് ഹുസൈൻ എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണാധികാരിയെ മക്കയിലെ ഭരണാധികാരിയായ ഷെരീഫ് ഹുസൈനെ പിടിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ ഭരിക്കുന്നത് അനറബികളായ ഉസ്മാനികൾ, നിങ്ങൾ അറബികൾ, ഖുറൈശികൾ, നിങ്ങളെ ഭരിക്കുന്നത് പോയിട്ട് ഉസ്മാനികളാണ്, അത് അനറബികളാണ്. ഒരു പണി ചെയ്യ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. എങ്ങനെ? ഈ ലോകമഹായുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നിട്ട് ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലസ്തീൻ, സിറിയ അടങ്ങുന്ന വലിയൊരു സാമ്രാജ്യം നിങ്ങൾക്ക് തരും. അതിൻ്റെ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്തത്? ഫ്രാൻസിന് അവിടെ പറഞ്ഞു കൊടുത്തത്. നേരത്തെ സൂചിപ്പിച്ച ഇസ്രായേലിന് കൊടുക്കുന്നത്, സിയോണിസ്റ്റുകൾക്ക് വാഗ്ദത്തം കൊടുക്കുന്ന ഒരേ സമയത്ത് തന്നെ ഈ ഭൂമി 3 ആളുകൾക്ക് വകവെച്ചു കൊടുത്താണ് ബ്രിട്ടീഷ് ചതി ചെയ്തത്. പറഞ്ഞതല്ല, ഷെരീഫ് ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള അറബികളെ ബ്രിട്ടീഷുകാർ പിടിച്ചു. എന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഫലസ്തീനിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ മുസ്ലിമീങ്ങളെ കൊന്നത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. ഷെരീഫ് ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള അറബികളാണ് ഉസ്മാനികളുമായിട്ട് പിന്നീട് യുദ്ധം ചെയ്യുന്നത്. ഇത് നോക്കൂ നിങ്ങൾ, ഇറാഖിൽ സദ്ദാം ഹുസൈനെ കീഴടക്കിയതാണെങ്കിലും ലിബിയയിൽ ഗദ്ദാഫിയെ കീഴടക്കിയാണെങ്കിൽ എല്ലായിടത്തും ലോകത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് സഹായം കിട്ടിയപ്പോൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഇന്ത്യയിൽ അങ്ങനെയാണ്. മഹാനായ ടിപ്പു സുൽത്താൻ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പൊരുതി നിന്ന മഹാനായിരുന്നു. പക്ഷെ ഉള്ളിൽ നിന്ന് മീർ ജാഫറിനെ കിട്ടിയപ്പോൾ അത് പരാജയപ്പെടുത്താൻ സാധിച്ചു. ഇവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം. എപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നമ്മളിൽ നിന്ന് ഒരു വിഭാഗത്തെ കിട്ടുമ്പോഴാണ് നമ്മെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 3 കാര്യം. ഒന്ന്, ഇസ്ലാമിക ബോധവും ഇസ്ലാമിക ചിന്തയും ഉള്ള ആളുകൾ നേതൃത്വത്തിൽ നിൽക്കുന്ന കാലത്ത് മാത്രമേ
ഇസ്ലാമിന് വിജയം ഉണ്ടായിട്ടുള്ളൂ. സലാഹുദ്ദീൻ അയ്യൂബി അതിൻ്റെ ഉദാഹരണമാണ്. ഇതുപോലെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഫലസ്തീനിൽ മുസ്ലിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ അത് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു. നീതി ഉണ്ടാവാം, ഭൂമിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമായിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1966 6 ദിന യുദ്ധം അതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ്. പലപ്പോഴും 67 അറബ് ഐക്യമുണ്ടാക്കി. ഇസ്ലാമിക ഐക്യമായിരുന്നില്ല, ഇസ്ലാം ആയിരുന്നില്ല ലക്ഷ്യം, ഇസ്ലാമുമായി ബന്ധം ഉണ്ടായിരുന്നില്ല. അതിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇഖ്വാനുൽ മുസ്ലിമൂനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാന്യനായ ഉസ്താദുമായിട്ട് എളിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇഖ്വാനുൽ മുസ്ലിമൂൻ, ഇത് തീർത്തും വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇഖ്വാനുൽ മുസ്ലിമൂനെയും അതുപോലെ തന്നെ നമ്മുടെ അബുല്ലഅല മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേ കണ്ണിലൂടെ കാണാൻ ഒരിക്കലും പറ്റില്ല. ഇസ്ലാമിക ഭരണമുണ്ടായ, ഇസ്ലാമിക മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടായ ഒരു നാട്ടിൽ അവിടെ ഇസ്ലാമികമായ ഭരണം നിലനിർത്തണമെന്ന് സൂചിപ്പിച്ച അതിനു വേണ്ടി പോരടിച്ച ഹസനുൽ ബന്നയും സ്വപ്നജീവിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ അബുല്ലഅല മൗദൂദിയും ഒരേ കണ്ണിലൂടെ നമ്മൾ കാണരുത്. രണ്ടാണ്. അവിടെയാണ് 1967 അറബ് ഇസ്രായേൽ യുദ്ധം പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു നിമിഷത്തെ ചതിയായിരുന്നല്ലോ. വെറുതെ ഒന്ന് വായിച്ചു നോക്കുക ചരിത്രം. എൻ്റെ സമയം കഴിഞ്ഞ് അവസാനിപ്പിക്കുക. ജൂലൈ 8 രാവിലെ, പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ജൂലൈ 8 രാവിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സന്ദേശം പ്രചരിക്കുകയാണ്. ഈജിപ്തിൻ്റെ ഭരണാധികാരി എന്ത് ചെയ്യുന്നുണ്ട്? സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ റഡാറുകളും ഓഫാക്കണം. എല്ലാ റഡാറും ഓഫാക്കി. രാവിലെ നാസ അയക്കുന്ന 8 മണി സമയത്ത് എല്ലാ റഡാറുകളും ഓഫാക്കി. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇസ്രായേലിൻ്റെ സൈന്യം പറന്നിറങ്ങി ഈജിപ്തിൻ്റെ 350 പോർ വിമാനങ്ങൾ ഒരൊറ്റ സമയത്ത് അടിച്ച് തകർത്തു കഴിഞ്ഞു. അവിടെ എയർപോർട്ട്, റോഡ് എല്ലാം തകർത്തു. എന്തായിരുന്നു വിഷയം? 2 കാര്യം. ഒന്ന്, ഇസ്ലാമികമായ ബോധവും ഇസ്ലാമികമായ ചിന്തയും അള്ളാഹുവിൻ്റെ കലിമത്തുല്ലാഹി ഉല്യ, അള്ളാഹിൻ്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നതെങ്കിലും, രണ്ടാമത്തേത് അശ്രദ്ധയോടുകൂടിയാണ് ഏത് കാര്യവും കൈകാര്യം ചെയ്യുന്നതെങ്കിലും പരാജയമുണ്ടാകുമെന്നതിൻ്റെ ഉദാഹരണം കുരിശ് യുദ്ധം മുതൽ ഇങ്ങോട്ട് മുഴുവൻ ചരിത്രവും പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.